ഞാനൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാന്താരി ചിക്കൻ ഫ്രൈ ഇൻ ടമറിൻഡ് സോസ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കാന്താരിയുടെ എരിയും വാളംപുള്ളിയുടെ പുളിയും ശർക്കരയുടെ മധുരവും അതാണ് ഇതിനെ സ്പെഷ്യലാക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ചിക്കൻ എടുത്ത് ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ മിക്സിയിലേക്ക് 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 20 കാന്താരി മുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഒരു പകുതി നാരങ്ങയുടെ നീര്. ഇത്രയും നമ്മൾ മിക്സിയിൽ ചേർത്ത് നല്ലൊരു പേസ്റ്റ് അരച്ച് ഉണ്ടാക്കിയെടുക്കാം. ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല നമുക്ക് കൈകൊണ്ട് ചിക്കൻ പീസസിലേക്കൊക്കെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഇങ്ങനെ മസാല തേച്ചെടുത്ത ചിക്കൻ നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു സോസ് ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 12 കാന്താരി മുളക് എടുത്ത് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കറിവേപ്പില ഫ്രൈ ആയിട്ട് നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഗാർണിഷിങ്ങിന് ലാസ്റ്റ് ഉപയോഗിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഇനി ഓയിലിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ കാന്താരി മുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച കാന്താരി മുളകാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുളി പിഴിഞ്ഞതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്ത് അത് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 3 സ്പൂൺ ശർക്കര കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് നമ്മുടെ ഈ സോസ് നല്ല ഒരു കുറുകി വന്ന പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസ് ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചിക്കൻ പീസസ് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് സൈഡൊക്കെ പുറം വശമൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ ഫ്രൈ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഈ ചിക്കൻ ഫ്രൈയുടെ ഔട്ടർ കവർ എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ നല്ലതായിട്ട് ഈ സോസിലൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലാ ഭാഗത്തും ഈ സോസ് നല്ലപോലെ പുരണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിനായി നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഫ്രൈ ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വന്ന സോസ് കുറച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമ്മുടെ റെസിപ്പിയിലെ താരമായ നമ്മുടെ കാന്താരി മുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കാന്താരി ചിക്കൻ ഫ്രൈ ഇൻ ടമറിൻഡ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കൊരു ഫെസ്റ്റീവ് ഒക്കേഷനിലോ അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായി സോൾട്ട് ആൻഡ് പെപ്പർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.